നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ പടുവിട്ടികളാണ്. പിണറായി വിജയൻ കടക്കുപുറത്തെന്ന് പറയുമ്പോൾ ഓടിയൊളിക്കാൻ വിധിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരം ഭയാനക നീക്കങ്ങൾ ഇപ്പോഴും ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. വിരമിച്ച സഹകരണ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിക്ക് 3 ലക്ഷം രൂപ മാസശമ്പളത്തിൽ ഇപ്പോഴിതാ പുനർനിയമനം. ഈ ശുപാർശയാണ് ഇന്ന് മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയത്. കിഫ്ബിയിൽ ഡെപ്യൂട്ടി സിഇഒ ആയി കരാർ നിയമനത്തിനാണ് ഇപ്പോൾ സർക്കാർ നീക്കം. മിനി ആന്റണിയെ കിഫ്ബി ഡെപ്യൂട്ടി സിഇഒ ആക്കാനുള്ള നിർദ്ദേശത്തെ നേരത്തെ ധനവകുപ്പ് എതിർത്തിരുന്നു. എന്നിട്ടും വേണ്ടപ്പെട്ടവർക്ക് കുലുക്കമില്ല. കാരണം ഇത് ജനങ്ങളുടെ പണമാണല്ലോ. ഖജനാവ് തുരന്നു തിന്നാൻ ഒരു മടിയുമില്ലാത്തവർ. കിഫ്ബിയുടെ സിഇഒ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് അദ്ദേഹം. വിരമിച്ച IAS IPSകാരെയൊക്കെ കൂട്ടത്തോടെ വൻതുക വേതനം നൽകി പുനർനിയമനം നടത്തുക എന്ന തന്ത്രമാണ് തുടക്കം മുതൽ പിണറായി വിജയൻ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ IASകാരും IPSകാരുമൊക്കെ ഈ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇംഗിതത്തിനനുസരിച്ച് തുള്ളും. സർവീസിൽ നിന്ന് വിരമിച്ച നിരവധി IAS IPS ഉദ്യോഗസ്ഥർക്കാണ് ഇതിനകം തന്നെ പുനർനിയമനം ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മാസാമാസം ലക്ഷങ്ങൾ നമ്മുടെ ഖജനാവിൽ നിന്ന് എണ്ണിക്കൊടുക്കും. ആവശ്യത്തിന് IAS IPSകാർ സർവീസിലുള്ളപ്പോഴാണ് ഇപ്പോൾ വിരമിച്ച ഈ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും പുനർനിയമനം നൽകുന്നത്. എന്നാൽ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ഇതിലൊരു അപവാദം തന്നെയാണ്. 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും സെന്റർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് CMD സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും അദ്ദേഹം നയാ പൈസ കൈപ്പറ്റിയില്ല. എന്നാൽ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു എളുപ്പമുണ്ടായില്ല നമ്മുടെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയെടുക്കാൻ. ഭയാനകമായ ചില കണക്കുകൾ നമ്മൾ തിരിച്ചറിയണം. ഈ സംസ്ഥാനം എന്തുകൊണ്ടാണ് ഓരോ ദിവസവും കടക്കണിയിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ അന്തർനാടകങ്ങൾ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം. വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്ക് വൻതുക ശമ്പളം നൽകി പുനർനിയമനം നൽകുന്നത് സംസ്ഥാനത്ത് ഒരു പതിവ് കാഴ്ചയാണ്. ഇക്കാര്യത്തിൽ നേരത്തെ IAS അസോസിയേഷൻ ചില അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കേഡർ തസ്തികകളിലേക്ക് പുതിയ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നതായിരുന്നു IAS അസോസിയേഷന്റെ പരാതി. സർക്കാരിന് താല്പര്യമില്ലാത്തവരെ പൂർണ്ണമായി അവഗണിക്കും. പലപ്പോഴും സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രത്യേക തസ്തികയുണ്ടാക്കിയും ശമ്പളത്തോടൊപ്പം പെൻഷൻ നൽകാൻ ചട്ടം ഭേദഗതി ചെയ്തുമൊക്കെയാണ് ഇവരുടെ പുനർനിയമനം. വിരമിച്ച മുൻ ചീഫ് സെക്രട്ടറി VP ജോയിക്ക് ചീഫ് സെക്രട്ടറിയേക്കാൾ ശമ്പളം വാങ്ങാൻ അവസരമുണ്ടാക്കി കൊടുത്തത് ഇതേ സർക്കാർ തന്നെ. കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ചെയർമാൻ തസ്തികയിലേക്ക് VP ജോയിയെ പരിഗണിക്കുന്നതിന് സർവീസ് റൂളിലെ ചട്ടം വരെ സർക്കാർ ഭേദഗതി ചെയ്തു. പെൻഷൻ കഴിഞ്ഞുള്ള അവസാന ശമ്പളമാണ് സാധാരണ പുനർനിയമനങ്ങൾക്ക് കിട്ടാറുള്ളത് എങ്കിൽ VP ജോയിക്ക് പെൻഷനും ശമ്പളവും ഒരുമിച്ചാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സമാന രീതിയിൽ സർവീസിൽ തുടരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ് മുൻ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച KM എബ്രഹാം. വിരമിച്ച് വർഷങ്ങളായെങ്കിലും പുനർനിയമനത്തിൽ പല ചുമതലകളും ഇദ്ദേഹത്തിൻ്റെ കൈവശത്തിലാണ് ഇപ്പോഴും. പിണറായി വിജയന് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമല്ല, കിഫ്ബി CEO സ്ഥാനത്തും ഡെസ്കിന്റെ തലപ്പത്തുമൊക്കെ KM എബ്രഹാം. ചീഫ് സെക്രട്ടറിയായി വർഷങ്ങൾക്ക് മുൻപേ വിരമിച്ച K ജയകുമാറിനെ തുടരെ പദവികൾ തേടിയെത്തുന്നു. അതും വലിയ ശമ്പളത്തിൽ. മലയാള സർവകലാശാല VC, IMG ഡയറക്ടർ എന്നു തുടങ്ങി പലവിധ തസ്തികകൾ. വിരമിച്ച വിശ്വാസ് മേത്തയെ നേരെ വിവരാവകാശ കമ്മീഷണറാക്കി. കിഫ്ബി അഡീഷണൽ CEO ആയി സത്യജിത് രാജനും ഇലക്ട്രിസിറ്റി റെഗുലേറ്റർ കമ്മീഷൻ ചെയർമാനായി TK ജോസിനുമൊക്കെ സ്ഥാനക്കയറ്റം. റെറ ചെയർമാൻഷിപ്പിലേക്ക് PH കുര്യനെ അവരോധിച്ചു. ഇൻകൽ MD ആയി ഡോക്ടർ K ഇളങ്കോവൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാൻ. ആസാപ്പിന്റെ തലപ്പത്തേക്ക് ഉഷ ടൈറ്റസ്. ഇങ്ങനെ പോകുന്നു ആ നിയമനങ്ങളുടെ വലിയ ലിസ്റ്റ്. എൻട്രൻസ് കമ്മീഷണറായിരുന്ന മാവോജിയെ നേരെ SC/ST കമ്മീഷൻ ചെയർമാനായി അവരോധിച്ചു. DGP ആയി വിരമിച്ച ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക സമ്മാനം. അദ്ദേഹത്തെ കൊച്ചി മെട്രോ MD ആയി പുനർനിയമനം. V തുളസീദാസ്, UV ജോസ്, ഡോക്ടർ സന്തോഷ് ബാബു, പോൾ ആന്റണി തുടങ്ങി ഒറ്റ നോട്ടത്തിൽ തന്നെ 30-ലേറെ പേർക്കാണ് 2023 ഇത്തരത്തിൽ നിയമനങ്ങൾ നൽകിയത്. 2024 ഇതേ തന്ത്രം തന്നെയാണ് സർക്കാർ തുടരുന്നത്.
ചുരുക്കത്തിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായി ഫയലുകൾ നോക്കിയാൽ, കാര്യങ്ങൾ നീക്കിയാൽ അവർക്ക് പ്രത്യുപകാരമുറപ്പ്. IMG ഡയറക്ടർ തസ്തികയടക്കം പലതും കേഡർ തസ്തികകൾ തന്നെയാണ്. അവിടേക്കാണ് വിരമിച്ച ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നത്. ഇതാണ് IAS അസോസിയേഷന് കടുത്ത അതൃപ്തി ഉളവാക്കാൻ കാരണം. വിരമിച്ചവർ വീണ്ടും തുടരുന്നതിനാൽ IASകാർക്ക് നഷ്ടമാകുന്നത് ഇത്തരം കേഡർ പോസ്റ്റുകൾ. കൂട്ട പുനർനിയമനത്തിനെതിരെ ചില ശബ്ദങ്ങൾ ഉയർന്നുവെങ്കിലും മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ത്രാണി മിക്ക IAS ഉദ്യോഗസ്ഥർക്കുമില്ല. കഴിവും സേവന പരിചയവും കണക്കിലെടുത്താണ് മികച്ചവരെ സർവീസിൽ നിലനിർത്തുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ സർവീസിലുള്ള IAS IPS ഉദ്യോഗസ്ഥർക്ക് കഴിവും കാര്യപ്രാപ്തിയുമില്ലേ എന്ന മറുചോദ്യം ചിലർ ഉന്നയിക്കുന്നു. പുനർനിയമനം കിട്ടുന്നത് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക്, അല്ലാത്തവർ തഴയപ്പെടുന്നു. ഇവിടെയാണ് സർവീസിലുള്ള കാലത്ത് സർക്കാരിനെ സുഖിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടേണ്ട ആവശ്യകതയും. കേരള റബ്ബർ ലിമിറ്റഡ് ചെയർപേഴ്സൺ ഷീല തോമസിന് ശമ്പളം നിശ്ചയിച്ചപ്പോൾ ഒരുപക്ഷെ കേരളം ഞെട്ടിയിരിക്കാം. പ്രതിമാസ ശമ്പളം 2 ലക്ഷം രൂപ. പുനർനിയമനം അല്ലാത്തതുകൊണ്ട് തന്നെ IAS ഉദ്യോഗസ്ഥയായ ഇവർക്ക് വിരമിച്ച വകയിൽ പെൻഷനും ശമ്പളത്തോടൊപ്പം ലഭിക്കും. 1 ലക്ഷം രൂപയായിരുന്നു ഷീല തോമസിന്റെ പെൻഷൻ. 2.25 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളത്തിൽ 2018 കിഫ്ബി CEO ആയ എബ്രഹാമിന് പുനർനിയമന വ്യവസ്ഥ അല്ലാത്തതുകൊണ്ട് തന്നെ പെൻഷനും ലഭിച്ചു വരുന്നു. ഓരോ വർഷവും 10% ശമ്പള വർധനവും. ഇതൊക്കെ നമ്മുടെ ഖജനാവിൽ നിന്ന് തോണ്ടിയെടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉയർന്ന പദവികളിൽ നിന്ന് വിരമിക്കുന്ന IAS IPS ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ ഉന്നത പദവികളിൽ തന്നെ പുനർനിയമനം എന്ന പതിവ് 2ാം പിണറായി വിജയൻ സർക്കാരിലും അങ്ങനെ തുടരുന്നു. ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ഡോക്ടർ VP ജോയിക്ക് പൊതുമേഖല റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം നൽകിയപ്പോൾ മിക്ക IAS ഉദ്യോഗസ്ഥരുടെ മനസ്സിലും ലഡുപൊട്ടി. സർവീസിൽ നിന്ന് വിരമിച്ചാലും എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറാം എന്ന സ്വപ്നം. പ്രതികരിക്കാൻ നട്ടല്ലില്ലാത്ത ജനങ്ങളുള്ളപ്പോൾ ഇതിനെതിരെ ശക്തമായ ചൂണ്ടുവിരലുയർത്താൻ പ്രതിപക്ഷത്തിന് ത്രാണിയില്ലാതിരിക്കുമ്പോൾ ഇത്തരം പുനർനിയമനങ്ങൾ ഇനിയും കേരളത്തിൽ യഥേഷ്ടം നടക്കും. പ്രതിപക്ഷം ഇത്തരം പുനർനിയമനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ IAS IPS ഉദ്യോഗസ്ഥരുടെ കണ്ണിലെ കരടായി മാറും അവർ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഭയമാണ്. തങ്ങൾ സർക്കാരിൽ സമർപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ അപേക്ഷകളിൽ വേണ്ടവിധം പരിഗണന ലഭിക്കണമെങ്കിൽ IAS IPS ഉദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തണം. പരസ്പര പ്രീതിപ്പെടുത്തലിൻ്റെയും പുറംചൊറിയലിൻ്റെയും ഏറ്റവും വികൃതമായ കാഴ്ചകളാണ് നമ്മൾ സർക്കാരിൽ കാണുന്നത്. അന്തിമ നഷ്ടം നമ്മൾ ജനങ്ങൾക്കു തന്നെ. ഖജനാവ് ബാന്തിയെടുത്ത് വേണ്ടപ്പെട്ടവരൊക്കെ പണവുമായി ഓടുമ്പോൾ നെഞ്ചത്തടിച്ച് ജനം ഇവിടെ കരഞ്ഞു വിളിക്കുന്നു. ആ ക്ഷേമ പെൻഷനെങ്കിലും ഞങ്ങൾക്കൊന്ന് തന്നുകൂടെ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.